ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെയെങ്കിലും സാറിന്റെ മോളെ നിന്ന് രക്ഷിക്കണം. സാറ് വിചാരിച്ചാലേ അതിന് കഴിയൂ. ഞങ്ങൾ പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്. ആ ഗുണ്ടകളുടെ ലൊക്കേഷൻ ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ടീം അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ജയിലിൽ കിടക്കുന്ന അനൂപേട്ടൻ ഇതെങ്ങനെ സഹിക്കും? അവിടെ കിടന്ന് നിലവിളിക്കാൻ മാത്രമല്ലേ ആ പാവത്തിന് കഴിയൂ. നമ്മളിനി എന്താ ചെയ്യാ ചേച്ചി? എനിക്കറിയില്ല. ആവണി മോൾക്കൊന്നും വരുത്തല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ദൈവം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കും. സച്ചേനും പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കായിരുന്നു, കുട്ടിക്കാലം മുതൽ ഞാൻ ചേച്ചിയുടെ കൈ പിടിച്ചാ വളർന്നത്. അച്ഛ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ആവണി മോള് ജനിച്ചപ്പോഴും അവളെ ആദ്യം ഏറ്റുവാങ്ങിയത് ചേച്ചിയാ. ചേച്ചി എടുക്കുമ്പോ അവളൊന്നും കരയ പോലും ചെയ്തിട്ടില്ല. മോളെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്റെ വിഷമങ്ങള് ഞാൻ ചേച്ചിയോടല്ലേ പറയാറ്. ചേച്ചിയുടെ നിഴലിൽ മാത്രമേ ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രല്ല, ഇവിടെ എല്ലാരും അങ്ങനെ തന്നെയാ. പക്ഷെ ഇപ്പൊ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെങ്ങനെ തേടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല ചേച്ചി. ആവണി മോളെ അനൂപേട്ടനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ കരയാതെ മോളെ. പോലീസുകാർ എങ്ങനെയെങ്കിലും അവണി മോളെ കണ്ടുപിടിക്കും. കരയാതെ, നീ കരയാതെ. സച്ചി, അനൂപേട്ടനെ എനിക്കൊന്ന് കാണാനെങ്കിലും പറ്റുമോ? കാണാം. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും. അനൂപേട്ട, നമ്മുടെ മോള്, അവളെ കാണാനില്ല. സച്ചി, എന്റെ മോൾക്കൊന്നും പറ്റില്ലല്ലോ. ആരാ അവള് തട്ടിക്കൊണ്ടുപോയത്? ചെങ്കൽ മധുവിന്റെ ആൾക്കാരാണോ? എന്ത് ചെയ്തിട്ടായാലും ആവണി മോളെ രക്ഷിക്കണം. അവൾക്കൊരു പോറൽ പോലും പറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അനുപേട്ടാ, അമ്മേ, അമ്മേ, അച്ഛനെവിടെ? അച്ഛൻ വിവരം അറിഞ്ഞപ്പോ തന്നെ ആവണിമോളെ അന്വേഷിച്ച് പോയതാ. മാ വിഷമിക്കണ്ട, ആവണിമോളെ നമുക്ക് തിരിച്ചു കിട്ടും. എല്ലാ ദൈവങ്ങളോടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനെവിടെ പോയി? ഏത് പ്രശ്നത്തിന്റെ നടുവിലും അവള് കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. എന്തിനും ഒരു പരിഹാരം അവള് കണ്ടെത്തും. അവള് വിചാരിച്ച ആവണി മോളെ രക്ഷിക്കാൻ പറ്റും. അവളെവിടെ? അവളെ വിളിക്കേ. അർച്ചന നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. തീരെ വയ്യാതായപ്പോ തിരിച്ചു പോയതാ. അർച്ചനയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ അനുപേട്ടന്. പോകുന്നില്ലെന്ന് ആദ്യം വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങളെല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാ പറഞ്ഞു വിട്ടത്. എന്റെ കുഞ്ഞിനെ അവര് ഉപദ്രവിക്കൂ?
സാർ എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ സാർ? ഞാൻ സാറിന്റെ കാല് പിടിക്കാം. എങ്ങനെയെങ്കിലും സാറിന്റെ മോളെ ഒന്ന് രക്ഷിക്കണം. സാറ് വിചാരിച്ചാലേ അതിന് കഴിയൂ. ഞങ്ങൾ പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്. ആ ഗുണ്ടകളുടെ ലൊക്കേഷൻ ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ടീം അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു കുഴപ്പവുമില്ലാതെ അനൂപിന്റെ മോളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അടിച്ചു കൊല്ലണം സാറേ ഇവരെ പോലെയുള്ളവരെയൊക്കെ. പ്രതികാരം തീർക്കാൻ വേണ്ടി കൊച്ചു കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഇവനൊക്കെ മനുഷ്യരാണോ? കൊച്ചു പെൺമക്കളെ ഉപദ്രവിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴൊന്നും എന്റെ കുഞ്ഞിന് ഇതുപോലൊരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ. ഞങ്ങളുടെ കുഞ്ഞിന് ആ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത്. ഇവരെയൊക്കെ കൈ കിട്ടി കൊന്നുകളയണം സാറേ, കൊന്നുകളയണം. പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ പോലീസുകാരും മനുഷ്യരാണ്. കയ്യിൽ കത്തിയും കടാരയും ഒക്കെയായി എന്തിനും തയ്യാറായി നിൽക്കുന്ന ക്രിമിനൽസ് ആണ് അവർ. അവരോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾ പോലീസുകാരുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ലാത്തി മാത്രമാണ്. ഞങ്ങൾക്കും ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെയുണ്ട്. അത് നിങ്ങളും മനസ്സിലാക്കണം. പഴയ CI സുൽദാ സാറിന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ പേടിയാ. അന്ന് മധു വിട്ടുമുറിച്ചു കളഞ്ഞ കൈയുമായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പോലീസിനെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യും. ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ കുട്ടിയെ കണ്ടുപിടിക്കും. എന്റെ ദൈവമേ, CI സാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമോ സച്ചി? വിശ്വസിക്കാം. സംസാരമൊക്കെ മതി. സാർ ഒരു 2 മിനിറ്റ് കൂടി. എന്തിനാ ഇനി 2 മിനിറ്റ്? പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറയാനല്ലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ തന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടും. സംസാരിച്ചതൊക്കെ മതി. വാ. സച്ചി എന്റെ മോള്. അനുവിട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ആവണി മോളെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. അമ്മേ വാ.